പോകുന്നത് 13ാമത്തെ പാഠഭാഗമാണ്. സംക്ഷേപണം എന്നാണ് പാഠഭാഗത്തിൻ്റെ പേര്. എന്തായിരുന്നു? സംക്ഷേപണം. എന്താണ് ഈ പാഠഭാഗത്തിൽ പറയുന്നതെന്ന് നമുക്ക് നോക്കാം. ഇതിലെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, തന്നിരിക്കുന്ന ഒരു പാരഗ്രാഫിനെ നമ്മൾ 1/3 ആയി ചുരുക്കി എഴുതുക. മനസ്സിലായല്ലോ? അങ്ങനെ ചുരുക്കി എഴുതുമ്പോൾ അവിടെ അലങ്കാരങ്ങളും ആർഭാടത്തിനും ചേർത്തിട്ടുള്ള വിശേഷണങ്ങൾ മറ്റും ഒഴിവാക്കി പ്രധാന ആശയം മാത്രമാണ് നമ്മൾ എഴുതേണ്ടത്. മനസ്സിലായല്ലോ? തന്നിട്ടുള്ള ഭാഗം 1/3 ആയിട്ട് ചുരുക്കി എഴുതുമ്പോൾ ഉചിതമായ അല്ലെങ്കിൽ അനുയോജ്യമായ തലക്കെട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ ജീവിത ചുറ്റുപാടുകളിൽ പലതും നമുക്ക് ചുരുക്കേണ്ടി വരും. ജീവിത വിജയത്തിന് അത് അത്യാവശ്യമാണ്. ഭാഷയിലും ചുരുക്കി പറയുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മൾ പഠിക്കുമ്പോൾ ഈ പാഠഭാഗം പഠിക്കുമ്പോൾ അത് വളരെ ചുരുക്കി എഴുതുന്നത് നല്ലതാണ്. പിന്നീട് നമുക്കത് ഓർക്കാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. അപ്പോൾ ഇനി ഇതൊക്കെയാണ് സംക്ഷേപണം എന്ന പാഠഭാഗത്തെക്കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് ഈ പാഠഭാഗത്തിലെ കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം. ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ കുടുംബ വരുമാനം 1/3 ചുരുങ്ങിയാൽ ആ അവസ്ഥയെ എങ്ങനെയാണ് നേരിടുക? എങ്ങനെയാണ്? ഉള്ള വരവ് കൊണ്ട് ജീവിക്കാൻ കഴിയണം. കടം വാങ്ങുന്നത് നന്നല്ല. ആർഭാടങ്ങളും മറ്റും തീരെ ഒഴിവാക്കണം. അതാണ് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. രണ്ടാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, നിത്യജീവിതത്തിൽ ചുരുക്കി പറയേണ്ടി വരുന്ന ചില സന്ദർഭങ്ങൾ വിവരിക്കുക. എന്താണ്? സിനിമയോ മറ്റോ കണ്ടതിന് ശേഷം ചിലപ്പോൾ മറ്റുള്ളവർക്ക് അതിലെ കഥ ചുരുക്കി പറഞ്ഞു കൊടുക്കേണ്ടി വരും. യാത്രാനുഭവങ്ങൾ, പങ്കെടുത്ത ആഘോഷങ്ങൾ, കേട്ട പ്രഭാഷണങ്ങൾ മുതലായവയെ പറ്റി പറയേണ്ടി വരുന്ന സന്ദർഭങ്ങൾ ഉണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ പറഞ്ഞല്ലോ, സിനിമയെ പറ്റിയിട്ട് പറഞ്ഞല്ലോ. അപ്പോൾ അത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പറ്റിയിട്ട് നമ്മൾ ചുരുക്കി പറഞ്ഞു കൊടുക്കേണ്ടി വരും. അതാണ് ഈ കൂടുതലും സംക്ഷേപണം എന്ന പാഠഭാഗത്തിൽ നമ്മൾ പറയുന്നത്. മനസ്സിലായല്ലോ? ഇതിൻ്റെ അപഗ്രന്ഥനം നമുക്കൊന്ന് വായിച്ചാൽ മനസ്സിലാവും. സംക്ഷേപിക്കൽ അഥവാ ചുരുക്കൽ ആണ് സംക്ഷേപണം. നിത്യജീവിതത്തിൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പലതും നമുക്ക് ചുരുക്കേണ്ടി വരും. ജീവിത വിജയത്തിന് അത് ആവശ്യമാണ്. ഭാഷയിലും ചുരുക്കി പറയുന്നതിനാണ് ശക്തി കൂടുക. അങ്ങനെ ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട ആശയങ്ങൾ വിട്ടുപോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഈ സംക്ഷേപണം എന്ന പാഠഭാഗത്തിൽ കൂടുതലും പറയാം, നമ്മൾ ചുരുക്കി പറയാം. അതാണ് കൂടുതലും ഇതിൽ പറയുന്നത്. ഇനി നമുക്ക് അവതാരണ ചോദ്യങ്ങളൊന്ന് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, ചെലവ് ചുരുക്കേണ്ടി വരുന്നത് എപ്പോഴാണ്? വരുമാനം കുറയുമ്പോഴാണ് ചിലവ് ചുരുക്കേണ്ടി വരുന്നത്. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം, ചെലവ് ചുരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏവ? എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ? അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ട ചെലവുകൾ അല്പം ചുരുക്കാം. അലങ്കാരം, ആർഭാടം മുതലായവയ്ക്കുള്ള ചെലവുകൾ പൂർണ്ണമായും ഒഴിവാക്കണം. അതാണ് രണ്ടാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഭാഷയിൽ സംക്ഷേപണത്തിൻ്റെ പ്രാധാന്യം എന്ത്? എന്താണ് ഭാഷയിൽ സംക്ഷേപണത്തിൻ്റെ പ്രാധാന്യം? സംക്ഷേപണം കൊണ്ട് ഭാഷയ്ക്ക് ശക്തി കൂടുന്നു. അതാണ് അതിൻ്റെ പ്രാധാന്യം. മനസ്സിലായല്ലോ? ഇനി അതൊരു യാത്രാ വിവരണമാണ്. ഒരു യാത്ര പോയാൽ അവിടുത്തെ സംഭവങ്ങളും അവിടുത്തെ ഭൂപ്രകൃതിയും അവിടുത്തെ ഗ്രാമ അന്തരീക്ഷങ്ങളുമെല്ലാം കൃത്യമായി എഴുതി വെക്കുന്ന ഒരു യാത്രാനുഭവമാണ് ഒരു വിവരണം. ഇത് എഴുതിയിരിക്കുന്നത് പ്രശസ്ത സഞ്ചാര സാഹിത്യത്തിൽ പ്രതിഷ്ഠ നേടിയ S.K. പൊറ്റക്കാടാണ്. ശങ്കരൻകുട്ടി 1913 അദ്ദേഹം ജനിച്ചു. അധ്യാപകൻ, സാഹിത്യകാരൻ, സാമൂഹ്യ പ്രവർത്തകൻ,
ലോകസമ്പാദം, സഞ്ചാരി എന്നീ നിലകളിൽ പ്രസിദ്ധനാണ്. നാടൻ പ്രേമം, വിഷകന്യക, ഒരു തെരുവിൻ്റെ കഥ, ഒരു ദേശത്തിൻ്റെ കഥ മുതലായ നോവലുകളും അച്ഛൻ എന്ന നാടകവും രചിച്ചിട്ടുണ്ട്. ചെറുകഥാ സമാഹാരങ്ങൾ: പുള്ളിമാൻ, രാജമല്ലി, നിശാഗന്ധി, കള്ളിപ്പൂക്കൾ, ഇന്ദ്രനീലം, ജലതരംഗം തുടങ്ങിയവയാണ് സഞ്ചാര സാഹിത്യ കൃതികൾ. മനസ്സിലായല്ലോ. ഇനി അടുത്തത് സഞ്ചാര സാഹിത്യ കൃതികളാണ്. ബാല്യദ്വീപ്, കാപ്പിരികളുടെ നാട്ടിൽ, പാതിരാ സൂര്യൻ്റെ നാട്ടിൽ, സിംഹഭൂമി, ഇന്നത്തെ യൂറോപ്പ്, നൈൽ ഡയറി, മലയാ നാടുകളിൽ മുതലായവയാണ് സാഹിത്യത്തിനുള്ള ജ്ഞാനപീഠം അവാർഡു നേടിയ പൊറ്റക്കാട്ടിന് കേന്ദ്ര കേരള സാഹിത്യ അക്കാദമിക്കുള്ള അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. കോഴിക്കോട് സർവകലാശാല ഡിലിറ്റ് ബിരുദം നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1982 അന്തരിച്ചു. മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് അദ്ദേഹത്തിനെ കുറിച്ചിട്ട് നമ്മൾ പറയുന്നത്. ഈ യാത്രാ വിവരണം നമുക്കൊന്ന് ചുരുക്കി മനസ്സിലാക്കാം. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ബാല്യദ്വീപിൽ ബാവ്ടൂയുങ് ഗ്രാമത്തിലെ പുരാംപഗാജി ക്ഷേത്രത്തിലേക്കുള്ള യാത്രയും അവിടുത്തെ കാഴ്ചകളുമാണ് ഉൾനാട്ടിലെ ഒരു ഉത്സവത്തിലെ ഉള്ളടക്കം. ബാല്യദ്വീപിലെ അനുഭവങ്ങൾ കേരളത്തിലെ ഭൂപ്രകൃതിയും സംസ്കാരവുമായി കോർത്തിണക്കിക്കൊണ്ടാണ് ഇത് രചിച്ചിട്ടുള്ളത്. സംഭവങ്ങളുടെ പരമ്പര ഇത്തരത്തിലാണ്. ചെക്കോർദയോട് ലേഖകൻ ബാൻടൂയുങ് എന്ന ഗ്രാമം സന്ദർശിക്കാൻ താൽപ്പര്യം പ്രകടിപ്പിക്കുന്നു. അഗുങ് മാസും ചൊക്കോർദയുടെ പുത്രി ശ്രീയാത്തുണ്യം വേലക്കാരനുമൊത്ത് ലേഖകൻ യാത്ര പുറപ്പെടുന്നു. അവിടുത്തെ നടപ്പാതകളും ഇടവഴികളും മൺമതിലുകളും തെങ്ങും മാവും പ്ലാവും മറ്റു വൃക്ഷലതാദികളും കോരിച്ചൊരിയുന്ന മഴയും ലേഖകൻ കേരളവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് വിവരിക്കുന്നു. അവിടുത്തെ ഉത്സവത്തിന് വരുന്ന അർദ്ധനഗ്നങ്ങളായ പെൺകിടാങ്ങളും അവരുടെ പൊട്ടിച്ചിരികളും ഉത്സവപ്പറമ്പും ചന്തയിലെ കോലാഹലമൊക്കെ പൊറ്റക്കാട്ട് വർണ്ണിച്ചിരിക്കുന്നു. മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇതൊക്കെയാണ് ഇതിൽ ഉൾനാട്ടിലെ ഒരു ഉത്സവം എന്ന് പറഞ്ഞ പാഠഭാഗത്ത് വിവരിക്കുന്നത്. ഇനി നമുക്കൊന്ന് ഇതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒന്ന് നോക്കാം. അപഗ്രന്ഥന ചോദ്യങ്ങളും അവതാരണ ചോദ്യങ്ങളും ഒക്കെ എക്സാമിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ നന്നായിട്ട് അത് വായിച്ച് നോക്കി പഠിക്കുക. എന്തൊക്കെയായിരുന്നു ചോദ്യം? ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് അവതാരണ ചോദ്യങ്ങൾ 1. ഖണ്ഡം ക്ഷേത്രങ്ങൾ കണ്ട് ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു. എന്താണ് അതിൻ്റെ ഉത്തരം? എന്താണ്? ഇതിൽ കുറേ ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഇതിൻ്റെ ചോദ്യങ്ങളാണ്. ഒരു 21 ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ കാണാം. 26 ചോദ്യങ്ങൾ നമുക്ക് ഇതിൽ കാണാം. ആദ്യം നമുക്ക് ഇതിൻ്റെ ചോദ്യം എന്തൊക്കെയാണെന്ന് നോക്കാം. എന്നിട്ട് അതിനനുസരിച്ചുള്ള ഉത്തരങ്ങളും നമുക്ക് നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് എന്തായിരുന്നു? ക്ഷേത്രങ്ങൾ കൊണ്ട് ഒരുങ്ങി നിൽക്കുന്നു. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഖണ്ഡം 1. ക്ഷേത്രങ്ങൾ കണ്ട് ഡാഷ് ഒരുങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു.
താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്തുക. എന്താണ് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് നോക്കാം. പൊറ്റക്കാട് ചേർക്കോതയുടെ കൂടെ പോകാൻ തയ്യാറായതിനു കാരണം ബാലിയിലെ നാട്ടുംപുറങ്ങൾ കാണാൻ അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. അത് ശരിയാണോ തെറ്റാണോ? എന്താണ് അതിൻ്റെ ഉത്തരം? ബാഞ്ഞാൻ ബാൻമുടയിലെ അമ്പലം ചേർക്കോതയുടെ പൂർവികരുടേതാണ്. മൂന്നാമത്തത് ബാഞ്ഞാർ ബാൻടൂയുങ്ങിലേക്കു ലേഖകൻ ഒറ്റയ്ക്കാണ് പോയത്. ഇതിലേതാ ശരി? ബാഞ്ഞാർ ബാൻടൂയുങ്ങിലേക്ക് ലേഖകൻ ഒറ്റയ്ക്കാണ് പോയത്. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇനി ഖണ്ഡം 2 നോക്കാം നമുക്ക്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഉത്തരം വരുന്നത് ബാഞ്ഞാർ. രണ്ടാമത്തെ എന്ന് പറയുന്നത് ചേർക്കോതയും ഡാഷ് കുടിലിൽ ചെന്നുപറ്റി. എന്താ? ചേർക്കോതയും അഗുങ്മാസും ഒരുപോലെയുള്ള വേഷമല്ല ധരിച്ചത്. ഒബൂദ് എന്നാൽ 4 ഗ്രാമങ്ങൾ ബാഞ്ഞാർ കൂടിച്ചേർന്ന ഒരു ദേശമാണ്. ഭയങ്കരമായ മഴ പെയ്തപ്പോൾ വേലക്കാരൻ വെട്ടിക്കൊണ്ടുവന്ന വാഴയില ലേഖകനും മറ്റും പച്ചക്കുട പോലെ അനുഭവപ്പെട്ടു. എന്താണ്? നമുക്കിതിൻ്റെ ഉത്തരങ്ങളൊന്ന് നോക്കാം. ഇനി ഇതൊക്കെ അപഗ്രന്ഥന ചോദ്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ തെറ്റിപ്പോയി പറഞ്ഞത്. ആദ്യം നമ്മൾ അപഗ്രന്ഥന ചോദ്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അവതാരണ ചോദ്യങ്ങൾ നോക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് അപഗ്രന്ഥന ചോദ്യങ്ങളൊന്ന് നോക്കാം. ഗ്രാമം എന്നർത്ഥം വരുന്ന പദം ഏതാണ്? ബാൻടൂയുങ്, ബാഞ്ഞാർ, ഒബൂദ്, സാംബാൻ. ഏതാണ്? ഇതിൻ്റെ ഉത്തരം ബാഞ്ഞാർ എന്നാണ്. രണ്ടാമത്തത് വെള്ളത്തിൻ്റെ ഗ്ല നാദവും തവളക്കുഞ്ഞുങ്ങളുടെയും മണ്ണട്ടകളുടെയും കൂട്ടക്കരച്ചിലും ലേഖകൻ്റെ കാതിൽ കിക്കിളിയുണ്ടാക്കിയത് എന്തുകൊണ്ടാണ്? ഇതിലേതാണ് അതിൻ്റെ ഉത്തരം? കേരള ഗ്രാമത്തിലെ പാടങ്ങളിൽ നിന്നു കേൾക്കുന്ന അതേ ശബ്ദങ്ങളാണവ. ഇതാണ് അതിൻ്റെ ഉത്തരം. മനസ്സിലായല്ലോ? മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഞാൻ കോഴിക്കോട്ടെ ചേവായൂരിലാണോ എത്തിച്ചേർന്നിരിക്കുന്നതെന്ന് സംശയിച്ചു പോയി. കാരണം എന്താണ് കാരണം? പച്ച നെൽപ്പാടങ്ങളും കുന്നിൻ ചെരുവുകളും കുണ്ടനിടവഴികളും കലർന്ന ആ ഗ്രാമപ്രദേശത്തിന് ചേവായൂരിൻ്റെ ഭൂപ്രകൃതിയായിരുന്നു. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, മുള്ളു മുരട് മൂർഖൻ പാമ്പ് എന്ന പ്രയോഗത്തിന് ഉദ്ധരണി ചിഹ്നം കൊടുത്തിരിക്കുന്നത് എന്തിനായിരുന്നു? അത് മറ്റൊരു ഗ്രന്ഥത്തിലെ പ്രയോഗമായാൽ. ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, കുന്നും ഇടവഴികളും കടന്ന് ഞങ്ങളുടെ പാത ഒരു വയൽ സാമ്രാജ്യത്തിൻ്റെ മൂലയിലേക്ക് വഴുതി വീണു. ഈ പ്രയോഗത്തിനർത്ഥം എന്തായിരുന്നു? സമീപത്തു വയലുണ്ടാകുമെന്ന് ആ പാതയിലൂടെ നടക്കുമ്പോൾ കരുതിയിരുന്നില്ല. ഇതാണ് അതിൻ്റെ ഉത്തരം. ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ചന്തയിലെ ശബ്ദകോലാഹലങ്ങൾക്കിടയിലൂടെ ക്ഷേത്രത്തിൽ നിന്ന് ഗ്യാമലിൻ വാദ്യസംഗീത തരങ്ങൾ ഞങ്ങളെ സ്വാഗതം ചെയ്തു. ഈ വാക്യത്തിൽ നിന്നും മനസ്സിലാകുന്ന കാര്യം എന്താണ്? ചന്തയിലെ ശബ്ദകോലാഹലങ്ങൾക്കിടക്കും
ഗ്യാമലിൻ വാദ്യ സംഗീതം ഉയർന്നു കേട്ടു. ഇതാണ് അതിൻ്റെ ഉത്തരം. ഒന്നാമത്തേതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, താഴെ പറയുന്നവയിൽ ഒരെണ്ണം കേരളത്തിൽ നിന്ന് വ്യത്യസ്തമാണ് ഏത്? ഏതാണ് അതിൻ്റെ ഉത്തരം? എന്താ അതിൻ്റെ ഉത്തരം വരുന്നത്? ചുറ്റമ്പലങ്ങൾ. മനസ്സിലായല്ലോ? ഇതാണ് അതിൻ്റെ ഉത്തരം വരുന്നത് കേട്ടോ. ഇനി അടുത്തത്, താഴെ പറയുന്നവയിൽ നമ്മുടെ ഭാഷയോട് തീരെ ബന്ധമില്ലാത്ത പദം ഏതാണ്? സാവ. കണ്ടില്ലേ? ഇതാണ് അതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, ബാലിയിലെ പറമ്പുകളുടെ ആകൃതിയും പ്രകൃതിയും സന്ധ്യങ്ങളുടെ സുപരിചിതത്വവും പൊറ്റക്കാട്ടിനെ ആശ്ചര്യഭരിതനാക്കി തീർത്തു. ഈ ആശ്ചര്യം അദ്ദേഹം വ്യക്തമാക്കുന്ന വാക്യം ഏത്? ആ തൊടികൾ കേരളത്തിൽ നിന്ന് അങ്ങനെ തന്നെ അടർത്തിക്കൊണ്ടുവന്ന് ഇവിടെ പ്രതിഷ്ഠിച്ചതാണെന്നേ തോന്നും. ഓക്കെ, മനസ്സിലായല്ലോ? അതാണ് അതിൻ്റെ ഉത്തരം. ഇനി 10ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, മേരുക്കൾ എന്നാൽ എന്താണ്? പിതൃകൾക്ക് സങ്കല്പിച്ചു വെച്ചിരിക്കുന്ന പൊക്കമുള്ള ഓലപ്പുരകളാണ് മേരുക്കൾ. മനസ്സിലായല്ലോ? മാണ്ഡപ്പപുരയുടെ മൂർധാവിൽ തട്ടുകളായി കെട്ടിപ്പൊക്കിയ മേൽപ്പുരകൾ മേരുക്കളുടെ പ്രത്യേകതയാണ്. മേൽപൊട്ടു ചെല്ലുമ്പോൾ വ്യാസം ചുരുങ്ങി വരുന്നു. തട്ടുകൾ ഒറ്റ സംഖ്യയിലായിരിക്കണമെന്നുമുണ്ട്. ഇതാണ് മേരുക്കൾ എന്നാൽ എന്തെന്നുള്ളതിൻ്റെ ഉത്തരം. അടുത്ത ചോദ്യം, നമ്മുടെ ചൂട്ടിൻ്റെ ഏട്ടനാണ് ബാലിക്കാരുടെ ശുണ്ഠൻ. ഈ സംശയം ലേഖൻ വ്യക്തമാക്കുന്നതെങ്ങനെ? ചേവായൂരിലെ രാരു നായരുടെ കടയിൽ വിൽക്കാൻ വെച്ച അതേ ചൂട്ടു തന്നെ എന്ന പ്രയോഗം കൊണ്ടാണ് നമ്മുടെ ചൂട്ടിൻ്റെ ഏട്ടനാണ് ബാലിക്കാരുടെ ശുണ്ഠ എന്ന ആശയം വ്യക്തമാക്കുന്നത്. 12ാമത്തെ ചോദ്യം, ഭൂപ്രകൃതിയിൽ കേരളത്തോട് സാദൃശ്യം വഹിക്കുന്നു. ബാല്യദ്വീപ് വിശദീകരിക്കുക. ബാലിയിലെ തൊടികൾ കണ്ടാൽ അവ കേരളത്തിൽ നിന്ന് അങ്ങനെ തന്നെ അടർത്തി പ്രതിഷ്ഠിച്ചതാണെന്നേ തോന്നും. തെങ്ങും കവുങ്ങും മാവും പ്ലാവും ആ പറമ്പുകളിൽ തല പൊക്കി നിൽക്കുന്നു. പടർന്നു പന്തലിച്ച് നിൽക്കുന്ന കടപ്ലാവുകൾ അവിടെ ഇരുണ്ട മണ്ഡലങ്ങൾ സൃഷ്ടിക്കുന്നു. ചില തൊടികളിൽ വെറ്റിലക്കൊടികളുമുണ്ട്. വാഴകളും മാതളങ്ങളും പപ്പായ മരങ്ങളും എല്ലാ പറമ്പുകളിലും സുലഭമാണ്. ഇനി അടുത്ത ചോദ്യം എന്ന് പറയുന്നത് എന്താണ്? 13ാമത്തെ ചോദ്യം, താഴെ പറയുന്ന അർത്ഥങ്ങൾ വരുന്ന പദങ്ങൾ പാഠപുസ്തകത്തിൽ നിന്ന് കണ്ടെത്തി എഴുതുക. ഇറയം, ദേവാലയം, പട്ട്, ഓർമ്മ. എന്താണ്? കോലായ, ക്ഷേത്രം. ഇറയം എന്ന് പറഞ്ഞാൽ കോലായ, ക്ഷേത്രം, ദേവാലയം എന്ന് പറഞ്ഞാൽ ക്ഷേത്രം, വില്ലീസ്, പട്ട്, സ്മരണ, ഓർമ്മ, സ്മരണ. മനസ്സിലായല്ലോ? അടുത്ത ചോദ്യം എന്ന് പറയുന്നത്, മാതൃക നോക്കി പൂരിപ്പിക്കുക. വീഴ്ച, കാണുന്നു കാഴ്ച, വീഴുന്നു വീഴ്ച, താഴുന്നു താഴ്ച, വാഴുന്നു വാഴ്ച, ചോരുന്നു ചോർച്ച, തോരുന്നു തോർച്ച, ചേരുന്നു ചേർച്ച, വളരുന്നു വളർച്ച, തളരുന്നു തളർച്ച, വിളറുന്നു വിളർച്ച, അകലുന്നു അകൽച്ച. മനസ്സിലായല്ലോ? മാതൃക നോക്കി പൂരിപ്പിക്കുക. വാഴയില, വാഴയുടെ ഇല. കൊടിക്കൂറ, കൊടിയുടെ കൂറ. കൊട്ടാര ഗോപുരം, കൊട്ടാരത്തിൻ്റെ ഗോപുരം. ബാലി മുദ്ര, ബാലിയുടെ മുദ്ര. അതിഥി കുടുംബം, അതിഥിയുടെ കുടുംബം. മാതൃക നോക്കി സ്വന്തം വാക്യങ്ങൾ രചിക്കുക.
മാതൃക ഒഴിഞ്ഞുവെക്കുക. ജീവിതം മുഴുവനും ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച മഹാത്മാവാണ് ഗാന്ധിജി. സ്വാതന്ത്ര്യവാക്യങ്ങൾ. മാതൃക. തക്കം പാർക്കുക. വീട്ടിൽ നിന്നും ആളൊഴിഞ്ഞ തക്കം പാർത്ത് കള്ളൻ അകത്തു കടന്നു. സ്വാതന്ത്ര്യവാക്യങ്ങൾ. സംസ്ഥാനത്തെ ഏറ്റവും നല്ല വിദ്യാലയത്തിൽ നിന്ന് അവാർഡുകൾക്കാണ് ഹെഡ് മാസ്റ്റർ അസംബ്ലിയിൽ അറിയിച്ചപ്പോൾ വിദ്യാർത്ഥികൾ സന്തോഷം തല്ലി. മാതൃക അല തല്ലുക. ഇതൊക്കെ സ്വതന്ത്രവാക്യങ്ങളാണ്. അടുത്ത ചോദ്യം എന്ന് പറയുന്നത് മാതൃക നോക്കി താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഘടകപദങ്ങൾ എടുത്തെഴുതുക. മാതൃക നാട്ടുവെളിച്ചം, നാട് വെളിച്ചം. അതിഥി കുടുംബം, അതിഥി. രണ്ടാമത്തത് കൊടിക്കൂറ. അതിഥി കുടുംബം എന്നുള്ളതിന് അതിഥി കുടുംബം. രണ്ടാമത്തത് കൊടിക്കൂറ, കൊടിക്കൂറ. അത്ഭുതം, അത്ഭുതവർണം എന്ന് വെച്ചാൽ അത്ഭുതം, വർണം. നാലാമത്തത് വാർഷികോത്സവം, വാർഷികം, ഉത്സവം. അഞ്ചാമത്തത് നിർവേദ്യ പലഹാരം, നിർവേദ്യം, പലഹാരം. ആറാമത്തത് ബാലിമുദ്ര, ബാലി, മുദ്ര. ഏഴാമത്തത് ഇല്ലിക്കൂട്ടം, ഇല്ലി, കൂട്ടം. എട്ടാമത്തത് ചായക്കട, ചായ, കട. ഒമ്പതാമത്തത് ശാലീന മധുരം, ശാലീനം, മധുരം. 10 കൊട്ടാര ഗോപുരങ്ങൾ, കൊട്ടാരം, ഗോപുരങ്ങൾ. മനസ്സിലായല്ലോ? അങ്ങനെയാണ് എഴുതേണ്ടത്. അടുത്തത് താഴെ കൊടുത്തിട്ടുള്ള സൂചനകൾ ഉപയോഗിച്ച് SK പൊറ്റക്കാട്ടിനെ പറ്റി 75 വാക്യങ്ങൾ കവിയാതെ എഴുതുക. നിങ്ങൾ നടത്തിയ ഒരു യാത്രയെ പറ്റി ഒരു പുറത്തിൽ കവിയാതെ എഴുതുക. താഴെ കൊടുത്ത സൂചനകൾ ഉപയോഗിക്കാം. യാത്രയൊരുക്കാം, വഴിക്കു കണ്ട കാഴ്ചകൾ, ചെന്ന സ്ഥലത്തിൻ്റെ. ഇതൊക്കെ നമ്മൾ എഴുതേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാതന്ത്ര്യ രചന അതൊക്കെ നമ്മൾ എഴുതണം. ഇത് നമുക്ക് എഴുതാൻ അറിയാലോ. നിങ്ങൾ നടത്തിയ ഒരു യാത്രയെ പറ്റി ഒരു പുറത്തിൽ കവിയാതെ എഴുതാൻ. ഇതൊക്കെ ഉപയോഗിച്ച് നമുക്ക് എഴുതാം അല്ലേ? മനസ്സിലായല്ലോ? താഴെ സൂചന ഉപയോഗിച്ച് SK പൊറ്റക്കാട് 75 വാക്യത്തിൽ കവിയാതെ എഴുതുക. ഇതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് വേണം എഴുതാൻ. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഇതിൽ പറയുന്നത്. ഇതൊക്കെ നമ്മൾ നന്നായിട്ട് പഠിക്കുക. അപ്പോൾ ഓർത്ത് വെക്കുക. അപ്പോൾ ഓർത്ത് വെച്ചാൽ നമുക്ക് പിന്നീട് എക്സാമിന് പഠിക്കാനും എഴുതാനും ഒക്കെ നന്നായിട്ട് പറ്റും. മനസ്സിലായല്ലോ? അപ്പോൾ ഇനി അടുത്തതെന്ന് പറയുന്നത് അടുത്തതൊന്ന് നമുക്ക് നോക്കാം. അടുത്തതെന്ന് പറയുന്നത് ഇതിലെ തന്നെ അടുത്ത ചോദ്യങ്ങളൊന്ന് നമുക്ക് നോക്കാം. അടുത്തത് നമുക്ക് ഏതൊക്കെയാണ് നോക്കാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ നോക്കിയത് അപഗ്രന്ഥന ചോദ്യങ്ങളൊക്കെയാണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അവതാരണ ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളൊക്കെയാണ് നമുക്കിനി നോക്കാനുള്ളത് അല്ലേ? നമ്മൾ അപഗ്രന്ഥന ചോദ്യങ്ങളൊക്കെ നോക്കി. ഇനി അവതാരണ ചോദ്യങ്ങളൊന്നും കൂടി നമുക്ക് നോക്കാം. അവതാരണ ചോദ്യങ്ങൾ എന്തായിരുന്നു? ഈ അപഗ്രന്ഥന ചോദ്യങ്ങളും അവതാരണ ചോദ്യങ്ങളും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. എക്സാമിന് കൂടുതലും ചോദ്യങ്ങളും ഇതിൽ നിന്ന് വരാം. അപ്പോൾ നമുക്ക് അവതാരണ ചോദ്യങ്ങൾ കൂടി ഒന്ന് നോക്കാം. ഓക്കെ, ഖണ്ഡം 1. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയോ തെറ്റോ എന്ന് അടയാളപ്പെടുത്തുക. എന്താണ് ഇതിലേതാ ശരി? ഖണ്ഡം 1.
ഒറ്റക്കാട് ചേർക്കോതയുടെ കൂടെ പോകാൻ തയ്യാറാകുന്നതിന് കാരണം ബാലിയിലെ നട്ടുംപുറങ്ങൾ കാണാൻ അദ്ദേഹത്തിന് താല്പര്യമായിരുന്നു. അത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ബാഞ്ഞർ ബാൻറ്റോയുങ്ങിലെ അമ്പലം ചേർക്കോതയുടെ പൂർവികരുടേതാണ്. ഇത് ശരിയാണോ തെറ്റാണോ? ശരിയാണ്. ബാഞ്ഞാർ ബാൻറ്റോയുങ്ങിലെ ലേഖകൻ ഒറ്റക്കാണ് പോയത്. ഇതും ശരിയാണ്. ഇത് തെറ്റാണ്. ബാക്കി രണ്ടും ശരിയാണ്. ഇനി ഖണ്ഡം 2 ഏതൊക്കെയാണ് ശരി? ആദ്യത്തെ പറയുന്നത് ചേർക്കോതയും അങ്കുമാസും ഒരേപോലെയുള്ള വേഷമല്ല ധരിക്കുന്നത്. അത് തെറ്റാണ്. 5-മത്തേന്ന് പറയുന്നത് ശരിയാണ്. 6-മത്തതും ശരിയാണ്. 5-മത്തതും 6-മത്തതും ശരിയാണ്. 4-മത്തത് തെറ്റാണ്. ഇനി നമുക്ക് ഖണ്ഡം 3 നോക്കാം. ഖണ്ഡം 3 പറയുന്നത് 7-മത്തത് തെറ്റ്, 8-മത്തത് ശരി, 9-മത്തത് ശരി, 10-മത്തതും ശരി. 7-മത്തത് തെറ്റാണ്. 8, 9, 10 ശരിയാണ്. ഇനി അടുത്തത് 11. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതെന്ന് എഴുതുക. ഇതിൽ ശരിയായത് എ എന്നതാണ്. മേരുക്കളുടെ വ്യാസം മേൽപ്പാട്ട് ചൊല്ലുന്തോറും ചുരുങ്ങി വരും. 12 ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബി ആണ്. അരികിലൂടെ കടന്നു പോകുന്ന പെണ്ണുങ്ങളോട് ബാലി പുരുഷന്മാർ തമാശ പറഞ്ഞ് അവരെ പൊട്ടിച്ചിരിപ്പിക്കുണ്ടായിരുന്നു. അതാണ് 12-മത്തേൽ ശരി. 13-മത്തത് കേരളീയരുടെ ധ്വനിപ്പിക്കുക. ഇതാണ് ശരി. കേരളീയത ധ്വനിപ്പിക്കുക. ഖണ്ഡം 5 14-മത്തത് വീണ്ടും ഇടവഴികളിൽ കൂടി തന്നെ യാത്ര ചെയ്യേണ്ടി വന്നു. ചോദ്യങ്ങൾ ഞാൻ പിന്നെയും വായിക്കുന്നില്ല. ഇതിൽ നമുക്ക് ചോദ്യങ്ങളുണ്ട്. 15-മത്തെ ചോർക്കോതയുടെ വയറു കുലുങ്ങാനെ ചിരിപ്പിച്ച സംഭവം എന്താണ്? വേലക്കാരൻ വഴിയിൽ ഉരുണ്ടു പിരണ്ടു വീണ സംഗതി. അതാണ് ചിരിപ്പിച്ചത്. 16-മത്തെ ചോദ്യം എന്ന് പറയുന്നത് പപ്പടം ചൂടുന്നത് പോലെ അനുഭവപ്പെട്ട മണം എന്തായിരുന്നു? പാമ്പിൻ്റെ വായനാറ്റം. അടുത്തത് 17-മത്തെ ചോദ്യം ഇതാ. അതിൻ്റെ ഉത്തരം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചേവായൂരിലെ രാരു നായരുടെ പീടികയിൽ വിൽക്കാൻ വെച്ചിരുന്ന അതേ ചൂട്ടു തന്നെ. ഇനി അടുത്തത് ഖണ്ഡം 6 18-മത്തെ ചോദ്യം മിന്നാമിനുങ്ങിന് പറ്റ മണ്ണെണ്ണ വിളക്കുകളായി മാറി എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥമെന്ത്? അകലെ നിന്ന് നോക്കിയപ്പോൾ മിന്നാമിനുങ്ങിൻ പറ്റം പോലെ തോന്നിയത് അടുത്തെത്തിയപ്പോൾ മണ്ണെണ്ണ വിളക്കുകളാണെന്ന് ബോധ്യപ്പെട്ടു. 19-മത്തെ ചോദ്യം ബാലിയിലെ ചുറ്റമ്പലങ്ങൾക്ക് കേരളത്തിൽ നിന്ന് എന്ത് വ്യത്യാസമാണുള്ളത്? 19 ബാലിയിലെ ക്ഷേത്രങ്ങൾക്ക് 3 ചുറ്റമ്പലങ്ങളുണ്ട്. ഖണ്ഡം 7 20-മത്തെ ചോദ്യം ബാലിക്കാർ തീർത്ഥം സേവിക്കുന്ന രീതി എങ്ങനെ? 20 ഉത്തരം തീർത്ഥം മൊത്തിക്കുടിച്ചു ജലം പുരണ്ട കൈത്തലം തലയിൽ ഉരയ്ക്കുന്നു ആണ് അതിൻ്റെ ഉത്തരം. ക്ഷേത്രത്തിലേക്ക് വരുന്ന ബാലിസ്ത്രീകളുടെ ഉത്സവ വേഷത്തിൻ്റെ സവിശേഷതകൾ എന്തെല്ലാം? സ്വർണ്ണക്കസവിൻ്റെ ഇലകളും പൂക്കളും നക്ഷത്രങ്ങളും വിലസുന്ന പച്ചപ്പട്ടു തുണി കാലിൻ്റെ നെരിയാണി കവിയുമാർ താഴ്ത്തിയെടുത്ത് മുല പകുതി മറച്ചുകൊണ്ട് വയറിനു മീതെ ഒരു മഞ്ഞക്കച്ച ചുറ്റി തലമുടിക്കെട്ടിൽ ഒരു വെള്ളത്തൂവാല മടക്കി കെട്ടിയിട്ട് നടന ഭംഗി കലർന്ന കാൽവെപ്പുകളോടെയാണ് ആ കമനീയോഗികൾ വരുന്നത്. അടുത്ത ചോദ്യം 28-മത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ചോദ്യം ഇതാണ്. മഴ കാരണം. ചോദ്യം അപ്പത്തട്ടുകൾ നവരത്ന നഖചിതമായ മതിലുകൾ പോലെ കാണാൻ കാരണമെന്ത്? 23-മത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം എന്താണ്? തട്ടുകളിലെ അപ്പങ്ങൾ വിവിധ വർണ്ണങ്ങളിൽ തീർത്തവയായിരുന്നു. 22-മത്തെ ചോദ്യം ക്ഷേത്രത്തിലെ നൃത്ത പരിപാടികൾ നടക്കാഞ്ഞത് എന്തുകൊണ്ടാണ്? മഴ കാരണമാണ് നടക്കായിരുന്നത്. 24-മത്തെ ചോദ്യം എന്ന് പറയുന്നത് ഊട്ടുപുരയിലെ പ്രവർത്തനങ്ങൾ എന്തെല്ലാമായിരുന്നു? പെണ്ണുങ്ങൾ അരിയിടക്കുകയും മസാല പൊടിക്കുകയും നാളികേരം അരക്കുകയും മറ്റും ചെയ്തുകൊണ്ടിരുന്നു. 25-മത്തെ ചോദ്യം എന്ന് പറയുന്നത് വ്യത്യസ്ത പുലർത്തുന്ന പദം ഏത്? നെടും
പ്ലസ് പുര നെടുംപുര. നെടും പ്ലസ് പുര നെടുംപുര. ഇതാണ് വ്യത്യസ്ത പുലർത്തുന്നത്. 26ാമത്തെ ചോദ്യം, ബാലിയിലെ മഴയും ബാലിപ്പെണ്ണിൻ്റെ മനസ്സും ഒരുപോലെയാണ് എന്നതിനർത്ഥം. രണ്ടും ക്ഷണികമാണ്. മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് ഇതിലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവധാരണ ചോദ്യങ്ങളും അപഗ്രഥന ചോദ്യങ്ങളും. ഇത് നന്നായിട്ട് വായിച്ച് പഠിക്കുക, ചോദ്യങ്ങളും ഉത്തരങ്ങളും നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ പാഠഭാഗത്തിലൂടെ നമ്മളിന്ന് പഠിച്ചത്. എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ.